ലക്ഷ്മി, ഡയറ്റീഷ്യൻ, കിൻഡർ വുമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ, ചേർത്തല. ഇന്ന് നവംബർ 14. നവംബർ 14 എന്ന് പറയുമ്പോൾ ശിശുദിനമായിരിക്കും എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക, അല്ലേ? ചിലർക്കെങ്കിലും അറിയായിരിക്കും ഇന്ന് ഡയബറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണെന്ന്. ഇന്നാണ് വേൾഡ് ഡയബറ്റീസ് ഡേ. ലോക ജനതയുടെ 20% പ്രമേഹ ബാധിതരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ 1991 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും ചേർന്ന് ഇങ്ങനെ ഒരു ദിവസം രൂപീകരിക്കുന്നു. പ്രമേഹം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിന്റെ ആവശ്യകത സമൂഹത്തിനെ അറിയിക്കുവാൻ വേണ്ടിയും പ്രമേഹ ബാധിതരായിട്ടുള്ളവർക്ക് ശരിയായ ചികിത്സ നൽകുവാൻ വേണ്ടിയും പ്രമേഹത്തെ എങ്ങനെ തടയാം എന്നുള്ള അവബോധം സമൂഹത്തിന് നൽകുവാൻ വേണ്ടിയുമാണ് ഇങ്ങനെയൊരു ദിവസത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രമേഹം 3 തരമാണുള്ളത്. ആദ്യത്തേത് ടൈപ്പ് 1 ഡയബറ്റീസ് അഥവാ ജുവനൈൽ ഡയബറ്റീസ്. കുട്ടികളിലും കൗമാരപ്രായക്കാരിലുമാണ് ഇത് കണ്ടുവരുന്നത്. ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യാത്ത അവസ്ഥയോ അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസ്ഥയോ ആണിത്. അടുത്തത് ടൈപ്പ് 2 ഡയബറ്റീസ് അഥവാ അഡൽട്ട് ഓൺസെറ്റ് ഡയബറ്റീസ്. മുതിർന്നവരിലാണ് ഇത് കണ്ടുവരുന്നത്. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിനെ ബോഡിക്ക് ശരിയായ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണിത്. അടുത്തത് GDM, ഗസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ്. ഗർഭകാലത്ത് സ്ത്രീകളിൽ മാത്രം കണ്ടുവരുന്നതാണ്. പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസ് കാരണം ബോഡിക്ക് ഇൻസുലിൻ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ്. ഹെറിഡിറ്ററിയും ഇതിനൊരു കാരണമാണ്. ഗർഭകാലത്ത് ഭൂരിഭാഗം സ്ത്രീകളിലും പ്രമേഹം കണ്ടുവരുന്നുണ്ട്. തുടക്കം മുതലേ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റും വർക്കൗട്ടും ഫോളോ ചെയ്യുകയാണെങ്കിൽ പ്രമേഹത്തെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക, അമിതമായിട്ടുള്ള മധുരം, കൊഴുപ്പ് എന്നിവയും കൺട്രോൾ ചെയ്യുക. ഭക്ഷണം പല തവണകളായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നതും ഒഴിവാക്കുക. ഇതിനോടെല്ലാം ഒപ്പം റെഗുലർ ആയിട്ടുള്ള ഒരു എക്സസൈസും ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഡയബറ്റീസ് വരാതെ തടയാനായിട്ട് സാധിക്കും. സോ ഈറ്റ് ഹെൽത്തി ആൻഡ് മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്. താങ്ക് യു.